നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ശുഭദിനങ്ങളും ഫലങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 25-ാം തീയതിയും 26-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതിയും 24-ാം തീയതിയും 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 25-ാം തീയതിയും 26-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും അമിതമായിട്ടുള്ള ചിലവിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം, മാനഹാനിക്ക് സാധ്യത, ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ
23-ാം തീയതിയും 24-ാം തീയതിയും 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, സുഹൃത്സംഗമം എന്നിവ ഫലങ്ങളാകുന്നു. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും അമിതമായിട്ടുള്ള ചിലവിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തടസ്സങ്ങൾ തീർച്ചയായും മാറുന്നതായിരിക്കും. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 29-ാം തീയതി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ദാമ്പത്യ സൗഖ്യവും ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതിയും 24-ാം തീയതിയും 25-ാം തീയതിയും 26-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, സുഹൃത്സംഗമം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും ഫലങ്ങളാകുന്നു. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 25-ാം തീയതിയും 26-ാം തീയതിയും 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 29-ാം തീയതി ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത്
വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതിയും 24-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, ധനലാഭം, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. അപകട സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതിയും 24-ാം തീയതിയും 25-ാം തീയതിയും 26-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കൾ മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 29-ാം തീയതി ഞായറാഴ്ച വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 25-ാം തീയതിയും 26-ാം തീയതിയും 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 29-ാം തീയതി ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, ധനലാഭം, സൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ
അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, രോഗശമനം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് പുരോരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതിയും 24-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.